Hi everyone, welcome to iPlus Training Solutions. സോ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പല ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ പല യൂണിറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ നമുക്ക് ഇനിയും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിങ് അടുത്തു. നമ്മുടെ നെറ്റിൻ്റെ ഡിസംബർ സൈക്കിൾ, അതായത് ഉടനെ തന്നെ ഒരു മാസത്തിനകം തന്നെ നമുക്ക് ആ എക്സാം ഉണ്ടാകും. അപ്പം നമ്മൾ എങ്ങനെ ആ എക്സാമിനെ അപ്രോച്ച് ചെയ്താൽ ഒരു 30 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്ത് ഒരു മാസം കൊണ്ട് നമുക്ക് എങ്ങനെ ആ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ നല്ല രീതിയിൽ അത് എഴുതാൻ പറ്റും എന്നുള്ളൊരു കാര്യം നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഒരു 30 days പ്ലാൻ നിങ്ങളുടെ മുന്നിലോട്ട് വെക്കുകയാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ആദ്യം ഒരു 30 ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ 30 ദിവസത്തിനെ നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം? ഓരോ ദിവസവും ഈ പറയുന്ന നമ്മൾ ഇതുവരെയുള്ള ദിവസങ്ങൾ ചിലപ്പോൾ വേസ്റ്റ് ചെയ്തിരിക്കാം, ചിലപ്പോൾ നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കാം. എങ്കിലും നമുക്ക് മുന്നിലുള്ള, ഇപ്പോൾ ഇതുവരെയായിട്ട് ഒന്നും നോക്കാത്ത കുട്ടികൾ, ജസ്റ്റ് ഇതിൻ്റെ ഒരു ബേസ് മാത്രം നോക്കിയിട്ട് ഇനിയും പഠിക്കാനിരിക്കുന്നവർ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് പഠിച്ചവർ, എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു രീതിയിൽ ആണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു 30 ദിവസം കൊണ്ട് നമുക്ക് മാക്സിമം എങ്ങനെ, ഇപ്പോൾ നമുക്കറിയാം എല്ലാ ഏരിയയും നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റില്ല. ഓക്കെ, കംപ്ലീറ്റ്ലി നമുക്ക് ഈ ഒരു മാസം കൊണ്ട് നമുക്ക് പഠിച്ചെടുത്ത് പോകാൻ പറ്റില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് ആ ഏരിയ ഫോക്കസ് ചെയ്ത് കുറച്ചും കൂടെ നല്ല രീതിയിൽ ആ ഏരിയ ഫോക്കസ് ചെയ്ത്, ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഏരിയാസ് ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കുക. ഈ 30 ദിവസം കൊണ്ട് മാക്സിമം നിങ്ങൾക്ക് അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഏരിയകൾ കവർ ചെയ്യാൻ പറ്റും, അത് ഉറപ്പാണ്. പക്ഷെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിലൂടെ, കൃത്യമായ ഒരു പ്ലാനിങ്ങിലൂടെ നിങ്ങൾ പോകണം. ഓക്കെ, സോ സോഷ്യോളജിയിൽ നമുക്കറിയാം എല്ലാം വരുന്നുണ്ട്. തിയറി മാത്രമല്ല, തിയറി ഏറ്റവും ബേസിക്കലി നമ്മൾ യൂണിറ്റ് തുടങ്ങുന്നത് തന്നെ തിയറിയിലൂടെയാണ്, അല്ലേ? ഇപ്പോൾ സോഷ്യോളജിക്കൽ തിയറിയിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. തിയറി വരുന്നുണ്ട്, പിന്നീട് റിസർച്ച് മെത്തഡോളജി വരുന്നുണ്ട്. റിസർച്ച് മെത്തഡോളജി നമ്മൾ ഓൾറെഡി പേപ്പർ 1 പഠിക്കുന്നുണ്ട്. അതിൻ്റെ വേറൊരു വേർഷൻ, നമ്മളൊരു സോഷ്യോളജിക്കൽ ആയിട്ടുള്ള വേർഷൻ നമ്മളുടെ ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഓരോ യൂണിറ്റ് ബേസ് നമ്മൾ പോകുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയകൾ വെച്ച് നമുക്ക് നോക്കാം. ഞാൻ അതിനനുസരിച്ചാണ് ഒരു 30 ദിവസത്തെ ഒരു പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളിപ്പം നിങ്ങൾ ഈ ഒരു സ്ലൈഡ് നോക്കൂ. നമ്മളിപ്പോൾ ഈ ഒരു വ്യക്തി നിൽക്കുന്ന അതേ പ്ലാറ്റ്ഫോമിലാണ്. നമുക്കൊരു വിഷനുണ്ട്, ഓക്കെ, നമുക്കൊരു ഗോളുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യം ബേസിക്കലി നമുക്കുണ്ട്. നമ്മളിപ്പോൾ ഒരു പ്ലാനിങ്ങിൻ്റെ ആക്ഷൻ്റെ ഒരു ഘട്ടത്തിലാണ്. ഓക്കെ, സക്സസ് നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ അവിടേക്ക് എത്താനായിട്ടുള്ള ഒരു പ്ലാനിൻ്റെയും ആക്ഷൻ്റെയും ആ ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എങ്ങനെ അത് നമുക്ക് നേടിയെടുക്കാം, ഓക്കെ, എങ്ങനെ പ്ലാൻ ചെയ്യാം, എങ്ങനെ ആക്ഷൻ നടത്താം എന്നുള്ളൊരു ആ ഒരു ഘട്ടമാണ് നമുക്കിപ്പോൾ നിൽക്കുന്നത്. അത് നമ്മൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ മുന്നിലുള്ള ആ ഒരു സക്സസ്, ആ ഒരു പടി നമുക്ക് വളരെ ഈസി ആയിട്ട് ചവിട്ടി മുകളിലെത്താൻ പറ്റും. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏറ്റവും ബേസിക്കലി നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം എന്താണ്? ആ എക്സാമിൽ എന്തൊക്കെ ടോപ്പിക്കുകളാണ് വരുന്നത്. ഓക്കെ, നമുക്ക് പേപ്പർ 2 സോഷ്യോളജിയെ സംബന്ധിച്ച് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ഏരിയകൾ നമ്മൾ കവർ ചെയ്യേണ്ടതെന്ന് ആദ്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഇതൊരു ബിഗിനേഴ്സിന് വേണ്ടിയുള്ള രീതിയിൽ തന്നെ ഞാൻ പറയുകയാണ്. ആദ്യം കൃത്യമായി നമ്മൾ അത് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? 10 യൂണിറ്റ് ഉണ്ട്. ക്ലിയർ? ആ ഒരു 10 യൂണിറ്റ് എന്ന് പറയുന്നത് ഞാൻ ഒന്നും കൂടെ പറയാം. സോഷ്യോളജിക്കൽ തിയറി, ഫസ്റ്റ് യൂണിറ്റ് സോഷ്യോളജിക്കൽ തിയറിയാണ്. ഓക്കെ, ഈ സോഷ്യോളജിക്കൽ തിയറിയിൽ തന്നെ പല സബ് ഡിവിഷൻസ് ഉണ്ട്. ഓക്കെ, ക്ലാസിക്കൽ ട്രഡീഷൻസ് ഉണ്ട്, പിന്നെ പോസ്റ്റ് മോഡേണിസം ഉണ്ട്, അതുപോലെ തന്നെ ഹെർമന്യൂട്ടിക്സ്, ഇന്ത്യൻ തിങ്കേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ സ്ട്രക്ചറൽ ഫങ്ഷണലിസം വരുന്നുണ്ട്. അങ്ങനെ പല ഏരിയകൾ തിരിച്ച് ആ ഏരിയകളിലെ മെയിൻ ആയിട്ടുള്ള സോഷ്യോളജിസ്റ്റുകളെയും അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത, അല്ലെങ്കിൽ അവരുടെ തിയറീസ്, ഓക്കെ, അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത കൺസെപ്റ്റുകൾ, അതിനെപ്പറ്റിയാണ് ബേസിക്കലി സോഷ്യോളജിക്കൽ തിയറിയിൽ വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് ആയതുകൊണ്ട് തന്നെയും ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ഈ ഒരു സോഷ്യോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റാണ് സോഷ്യോളജിക്കൽ തിയറി. കാരണം ഈ ഒരു സോഷ്യോളജിക്കൽ തിയറിയിൽ നമുക്ക് സോഷ്യോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുവിധ എല്ലാ സോഷ്യോളജിസ്റ്റുകളും വരുന്നുണ്ട്, അവരുടെ തിയറീസ് വരുന്നുണ്ട്. സോ സോഷ്യോളജിക്കൽ തിയറി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ബേസ് ആക്കി വെച്ചുകൊണ്ട് തന്നെ
നിങ്ങൾ പോവുക. ഓക്കെ, ആ ഒരു യൂണിറ്റ്. ദെൻ സെക്കൻഡ് വരുന്നത് റിസർച്ച് മെത്തഡോളജി ആൻഡ് മെത്തേഡ്സ്. ഓക്കെ, റിസർച്ച് മെത്തഡോളജി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു റിസർച്ചിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ റിസർച്ച് പരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്, അതിൻ്റെ മെത്തേഡ്സ്. ഇനി മൂന്നാമത്തത് ബേസിക് കൺസെപ്റ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മൂന്നാമത്തെ യൂണിറ്റ് നിങ്ങൾ ഒരു സോഷ്യോളജി സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അത്ര വലിയൊരു കടമ്പയല്ല. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഡിഗ്രി തലങ്ങളിൽ തൊട്ടേ പഠിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള കാര്യങ്ങളായിരിക്കും. അതിൻ്റെ കുറച്ചുകൂടെ ഒരു ബ്രോഡർ വേ, അതാണ് ബേസിക് കൺസെപ്റ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതൊരു ബേസിക് ചാപ്റ്റർ ആയിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. പിന്നീട് വരുന്നതാണ് റൂറൽ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻസ്. റൂറൽ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻസ്, അതിൽ റൂറൽ സൊസൈറ്റി എന്താണ്, റൂറൽ സൊസൈറ്റിയുടെ പ്രത്യേകതകൾ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ റൂറൽ പെസൻറ്റ് സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള മെയിനായിട്ടുള്ള മൂവ്മെൻറ്റ്സ്, ഓക്കെ, അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് റൂറൽ ആൻഡ് അർബൻ. അതിൻ്റെ നേരെ വശം, ഇപ്പുറത്തെ വശമായിട്ടുള്ള അർബൻ ട്രാൻസ്ഫോർമേഷൻസ്. അർബൻ സൊസൈറ്റി എന്താണ്, അർബൻ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള മെയിനായിട്ടുള്ള മൂവ്മെൻറ്റ്സ്, അർബൻ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ്, ഓക്കെ, ഒരു ട്രാൻസ്ഫോർമേഷൻസ്, ഇതെല്ലാമാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്, റൂറൽ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻസ്. ഇതിലെല്ലാ യൂണിറ്റിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സോഷ്യോളജിസ്റ്റുകളുടെ തിയറീസും നമ്മൾ അപ്ലൈ ചെയ്താണ് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ പൊളിറ്റിക്സ്, ഡെവലപ്മെൻറ്റ്, ഈ മൂന്ന് കൺസെപ്റ്റുകളും എന്താണെന്നും ഇതിനുള്ളിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ യൂണിറ്റ് 5-ൽ കൃത്യമായി പറഞ്ഞു പോകുന്നത്. ക്ലിയർ? ദെൻ എക്കോണമി ആൻഡ് സൊസൈറ്റി. എക്കോണമി, സൊസൈറ്റി എന്ന് പറയുന്ന ഈ രണ്ടും എങ്ങനെയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. എക്കോണമി എന്ന് പറയുന്ന ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ അറിയാം, കാർൽ മാർക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് തിയറീസ്, മെയിനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തിയറി ബേസ് ചെയ്തുകൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിലും പറയുന്നുണ്ട്. കാർൽ മാർക്സിനെ നമ്മൾ ഓൾറെഡി അല്ലാതെ സോഷ്യോളജിക്കൽ തിയറിയിൽ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റുകളായിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വർക്കുകൾ, ദസ് ക്യാപിറ്റൽ പോലുള്ള വർക്കുകൾ, അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റുകൾ, ഇതുപോലുള്ള ഏലിയനേഷൻ, ബൂർഷായിസ്, പ്രൊലറ്റേറിയൻ കോൺഫ്ലിക്റ്റുകൾ, കോൺഫ്ലിക്റ്റ് തിയറീസ്, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. അതുകൂടാതെ എക്കോണമി ആൻഡ് സൊസൈറ്റിയിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആദം സ്മിത്ത്, ഫാദർ ഓഫ് എക്കോണമിക്സ്, അദ്ദേഹത്തെ പറ്റിയും കുറേ കാര്യങ്ങൾ, കുറേ സോഷ്യോളജിസ്റ്റുകളും കുറേ എക്കോണമിസ്റ്റുകളെ പറ്റിയൊക്കെ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് എൻവയോൺമെൻറ്റ് ആൻഡ് സൊസൈറ്റി. എൻവയോൺമെൻറ്റും എക്കോണമിയും സൊസൈറ്റിയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ എൻവയോൺമെൻറ്റും സൊസൈറ്റിയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ മെയിൻലി എൻവയോൺമെൻറ്റൽ സ്ട്രഗിൾസ്, മീൻസ് എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ്, എൻവയോൺമെൻറ്റിനെ സംരക്ഷിക്കാനായിട്ടുള്ള മെയിനായിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ട് നടന്നിട്ടുള്ള മൂവ്മെൻറ്റ്സ്, കണ്ടംപററി സൊസൈറ്റിയിൽ നടക്കുന്ന മൂവ്മെൻറ്റ്സ്, മെയിനായിട്ടുള്ള ഒരു രീതിയിലുള്ള, ദെൻ എൻവയോൺമെൻറ്റുമായി സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള എക്കോളജിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ സോഷ്യോളജി പോലുള്ള കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിയറീസ്, മെയിനായിട്ടുള്ള ആൾക്കാർ. സോ അതാണ് ഇനി നമുക്ക് എൻവയോൺമെൻറ്റ് ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്നത് ഇതിൽ പഠിക്കാനുള്ളത്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് ഏതാണ് നമ്മളുടെ കുറച്ച് ക്യോട്ടോ പ്രോട്ടോക്കോൾ പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുപോലുള്ള എൻവയോൺമെൻറ്റൽ രീതിയിലുള്ള പല പല മൂവ്മെൻറ്റ്സും, ഓക്കെ, പല പല ചർച്ചകളും, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. വളരെ അത് നമ്മളുടെ കറണ്ട് അഫയേഴ്സിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു യൂണിറ്റിൽ വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ഫാമിലി, മാരേജ് ആൻഡ് കിൻഷിപ്പ്. ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിനെപ്പറ്റിയൊക്കെ നമുക്കറിയാം. നമ്മളുടെ ഇന്ത്യൻ സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ഫാമിലി സിസ്റ്റംസ്, അല്ലെങ്കിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള മാരേജ് രീതികൾ ഉള്ളത് ഒരു സൊസൈറ്റിയാണ് നമ്മളുടെ ഇന്ത്യൻ സൊസൈറ്റി. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഫാമിലി, മാരേജ് എന്ന് പറയുന്നുള്ള ആ ഒരു കാര്യത്തിനെ എങ്ങനെയാണ് കാണുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാമിലീസ്, നമ്മളുടെ സൊസൈറ്റിയിൽ പ്രൊവൈൽ ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാമിലീസ്, മാരേജ് സിസ്റ്റംസ്, കിൻഷിപ്പ്, ഇതിനെപ്പറ്റിയൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. മാരേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റീജിയൻ ബേസ് ഇങ്ങനെ നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് പല മാരേജ് സിസ്റ്റംസും ഉള്ളത്, അല്ലേ? ഇപ്പോൾ ഒരു സ്ഥലത്തെ മാരേജ് സിസ്റ്റം അല്ല മറ്റൊരു സ്ഥലത്തെ. അപ്പോൾ ഈ ഒരു രീതികൾ പല മെയിനായിട്ട് ഇവിടെ നിലനിൽക്കുന്ന മാരേജ് സിസ്റ്റം, അല്ലെങ്കിൽ മെയിനായിട്ടുള്ള ഫാമിലി സിസ്റ്റംസ് നമുക്ക് പല ഇത് അറിയാം. ന്യൂക്ലിയർ ഫാമിലി ഉണ്ട്, ജോയിൻറ്റ് ഫാമിലി ഉണ്ട്, എക്സ്റ്റെൻഡഡ് ഫാമിലി ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള ഫാമിലീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ വ്യക്തമായിട്ട് നമ്മൾ കൃത്യമായിട്ട് ഫാമിലി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്ത് അതിനുള്ളിലെ സബ് ഡിവിഷൻസും ആ സബ് ഡിവിഷൻസിന് ഉള്ളിലെ വരുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൃത്യമായി നമ്മൾ ആ ഒരു യൂണിറ്റിൽ പറയുന്നുണ്ട്. ഓക്കെ, ഈ ഫാമിലി എന്ന് പറയുന്ന ഇത് ബേസിക് കൺസെപ്റ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മൾ പറയുന്നുണ്ട്, പക്ഷേ കുറച്ചുകൂടെ ബ്രോഡായിട്ട് ഈ പറയുന്ന 8th ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ്. ദെൻ സയൻസ്, ടെക്നോളജി ആൻഡ് സൊസൈറ്റി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. സയൻസും ടെക്നോളജി സൊസൈറ്റിയുമായിട്ട് എങ്ങനെ ലിങ്ക്ഡ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, മാറ്റങ്ങളുടെ ഒരു കാലമാണ് സൊസൈറ്റി.
നമ്മുടെ സൊസൈറ്റി ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സയൻസും ടെക്നോളജിയും അതിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, ഈ ഒരു ചേഞ്ചിൽ എത്രത്തോളം പങ്ക് വഹിക്കുന്നുണ്ട്, സയൻസ് പരമായിട്ടുള്ള ടെക്നോളജി പരമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ സയൻസും ടെക്നോളജിയും എങ്ങനെ സൊസൈറ്റി ചേഞ്ച് ചെയ്യും എന്ന് മെയിനായിട്ട് സോഷ്യോളജിസ്റ്റുകൾ പലരും പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റിയും എങ്ങനെയാണ് ഇത് ചേഞ്ച് ആകുന്നത് എന്നതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ സയൻസ് ടെക്നോളജി ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കുന്നത്. ഓക്കെ, ദെൻ കൾച്ചർ ആൻഡ് സിംബോളിക് ട്രാൻസ്ഫോർമേഷൻസ്. കൾച്ചറും അതിൻ്റെ സിംബോളിക് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസിനെ പറ്റിയാണ് നമ്മൾ കൾച്ചർ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ സമൂഹത്തിൽ. അപ്പം ആ കൾച്ചറും അതിൻ്റെ സിംബോളിക് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസുമാണ് നമ്മൾ 10th ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ ഇത്രയുമാണ് നമുക്ക് ടോട്ടലി പഠിക്കാനുള്ളത്. ഓക്കെ, 1 to 10 ചാപ്റ്റേഴ്സ് എന്താണ്, അതിൻ്റെ ബേസിക് കാര്യങ്ങൾ എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഒരു 30 day സ്ട്രാറ്റജി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നിങ്ങൾ ഡേ 1 ഒന്നാമത്തെ ദിവസം, ഇപ്പോൾ ഇന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം നാളെ ഇന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യും, നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നാളെയാണ് നിങ്ങളുടെ ഡേ 1. അപ്പോൾ ഡേ 1 നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനലൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ജസ്റ്റ് അനലൈസ് ചെയ്യുക, ഞാൻ അത്രേ പറയുന്നുള്ളൂ. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നിങ്ങൾ കളക്ട് ചെയ്യുക. 2024 ജൂണിൽ നടന്നു, 2023 ഡിസംബർ, 2023 ജൂൺ, അങ്ങനെ ഒരു വർഷം 2 പ്രാവശ്യമല്ലേ ഇത് നടക്കുന്നത്, ജൂൺ സൈക്കിൾ, ഡിസംബർ സൈക്കിൾ. അത് മാക്സിമം നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് മിനിമം ഒരു 5 പ്രാവശ്യത്തെങ്കിലും നിങ്ങൾ കളക്ട് ചെയ്യുക. കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് അനലൈസ് ചെയ്യുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് ഈ ഒരു യൂണിറ്റിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ ഈ യൂണിറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ അനലൈസ് ചെയ്തിട്ട് ഈ ഒരു യൂണിറ്റിൽ നിന്നാണ് ഇത് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയണമെന്നില്ല, നിങ്ങൾ ജസ്റ്റ് അനലൈസ് ചെയ്യുക. അടുത്തൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത് ഈ ഒരു യൂണിറ്റിൽ നിന്നായിരിക്കും വരുന്നത്. അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ വരും ഏത് യൂണിറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് ഏരിയ ഫോക്കസ് ചെയ്താണ് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ ഡേ 1 ജസ്റ്റ് ഇത് ഫുൾ അനലൈസ് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതെല്ലാം വായിച്ചു നോക്കുക, കൃത്യമായിട്ട് ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കുക. അനലൈസ്, ജസ്റ്റ് അനലൈസ്. ഓക്കെ, ഡേ 1 നിങ്ങൾ അത് മാത്രം ചെയ്യുക. ഇനി ഡേ 2 തൊട്ടാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത്. ക്ലിയർ? ഓക്കെ, ഡേ 2 തൊട്ട് 6 വരെ 2, 3, 4, 5, 6, 5 ദിവസങ്ങളുണ്ട് നിങ്ങൾക്ക്. ഈ 5 ദിവസങ്ങൾ നിങ്ങൾ ഈ സോഷ്യോളജിക്കൽ തിയറി മാത്രം ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഡേ 2, ഡേ 3, ഡേ 4, ഡേ 5, ഡേ 6, 5 ദിവസങ്ങൾ സോഷ്യോളജിക്കൽ തിയറി നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഈ 5 ദിവസങ്ങൾ ഈ ഒരു യൂണിറ്റിന് വേണ്ടി മാത്രം നിങ്ങൾ അതിനുവേണ്ടി എടുക്കുക. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഒരു ചാർട്ട് തയ്യാറാക്കിയത് ഓരോ യൂണിറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അനുസരിച്ചാണ്. എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഓരോ യൂണിറ്റിനും അനുസരിച്ചാണ്. അപ്പോൾ ഡേ 2 തൊട്ട് 6 വരെ സോഷ്യോളജിക്കൽ തിയറി. കാരണം അതിൽ തന്നെ 5 സബ് ഡിവിഷൻസ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ക്ലാസിക്കൽ ട്രഡീഷൻസ് ഉണ്ട്, ദെൻ സ്ട്രക്ചറലിസം ഉണ്ട്, ഹെർമനൂട്ടിക്സ് ഉണ്ട്, പോസ്റ്റ് മോഡേണിസം ഉണ്ട്, അതുപോലെ തന്നെ ഏതാണ് നമ്മളുടെ ഇന്ത്യൻ തിങ്കേഴ്സ് ഉണ്ട്. 5 സബ് ഡിവിഷൻസ്. ഓരോ സബ് ഡിവിഷൻസ് നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡീഷൻസിൽ വരുന്നതാണ് കാൾ മാർക്സ്, മാക്സ് വെബർ, എം.എ. ദർക്കെയിം. അപ്പോൾ ഈ സോഷ്യോളജിസ്റ്റുകളെല്ലാം ആ ഒരു സബ് ഡിവിഷൻസ് ഒരു ദിവസം കൊണ്ട് നിങ്ങൾ മാക്സിമം ജസ്റ്റ് എല്ലാം നമ്മൾക്ക് ഏരിയ കവർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് അതിന് ചിലപ്പോൾ സാധിക്കാനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഷ്യോളജിസ്റ്റിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള വർക്കുകൾ പഠിക്കുക, അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ, ആ കൺസെപ്റ്റ് മുന്നോട്ട് വയ്ക്കുന്ന എന്താണെന്ന് ഒരു ബേസിക് ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഒരു സോഷ്യോളജിസ്റ്റിനെ എടുക്കുക, അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ, അതിൻ്റെ ബേസിക് ഐഡിയ പഠിക്കുക. ആൻഡ് ഫൈനലി എന്താണ് അദ്ദേഹത്തിൻ്റെ വർക്കുകൾ മാക്സിമം നിങ്ങൾ ഇയർ ബേസ് തന്നെ പഠിച്ചാൽ അത്രയും നല്ലത്. ഇയർ ബേസ് തന്നെ വർക്കുകൾ പഠിക്കാം. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇത് കഴിയുമ്പോൾ പറയാം. ഇയർ ബേസ് തന്നെ നിങ്ങൾ പഠിക്കണമെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഡേ 2 തൊട്ട് 6 വരെ സോഷ്യോളജിക്കൽ തിയറി. ഡേ 7 എന്താണ്? റിവിഷൻ ആൻഡ് PYQ. ഡേ 7 എന്ന് പറയുന്നത് ഈ സോഷ്യോളജിക്കൽ തിയറി ടോട്ടലി നിങ്ങൾ റിവൈസ് ചെയ്യണം 7ാമത്തെ ദിവസം. ഓക്കെ, റിവൈസ് ചെയ്യുക മാത്രമല്ല, നിങ്ങൾ നേരത്തെ അനലൈസ് ചെയ്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കുക. ഈ ഒരു യൂണിറ്റിൽ നിന്ന് മാത്രമുള്ളത് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുക. ഈ ഒരു യൂണിറ്റിൽ നിന്ന് ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് വന്നത്, അല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് വരുന്നത്, ഈ ഒരു യൂണിറ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള മാത്രം ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഈ ഒരു യൂണിറ്റ് റിവൈസ് ചെയ്യുക. ക്ലിയർ? ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞു. 7 ദിവസം കൊണ്ട് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യും, എനിക്ക് ഉറപ്പാണ്.
ദെൻ 8, 9 എട്ടാമത്തെ ദിവസം 9ാമത്തെ ദിവസം നിങ്ങൾ റിസർച്ച് മെത്തഡോളജി ആൻഡ് മെത്തേഡ്സ് കുറെ കൂടെ നിങ്ങൾക്ക് നിങ്ങൾ പേപ്പർ 1ലും പഠിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് കുറെ കൂടെ പെട്ടെന്ന് കിട്ടും. അത് 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസർച്ച് മെത്തഡോളജി മാക്സിമം യൂസ് ചെയ്യാം. ഡേ 10 നിങ്ങൾ മാക്സിമം റിവേഴ്സും PYQ ഈ ഒരു യൂണിറ്റിന്റെ. ഓക്കെ, ദെൻ ഡേ 11, 12 ബേസിക് കൺസെപ്റ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. ദെൻ ഡേ 13 എന്താണ് അതിന്റെ റിവിഷനും PYQ. ദെൻ ഡേ 14 to 15 റൂറൽ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻസ്. ഡേ 16 അതിന്റെ റിവിഷൻ PYQ. ഡേ 17 ഒറ്റ ദിവസം കൊണ്ട് സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആൻഡ് ഡെവലപ്മെന്റ്. അത് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഒരു ദിവസം കൊണ്ട് മാക്സിമം. ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യുന്ന കാര്യമല്ല, പക്ഷെ നമുക്ക് മുന്നിൽ ഈ 30 ദിവസം ഉള്ളപ്പോൾ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആൻഡ് ഡെവലപ്മെന്റ് ഒരുവിധ ഏരിയ നിങ്ങൾ കവർ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് 30 ദിവസമേ ഉള്ളൂ. സോ അതിന്റെ റിവിഷനും PYQ ഡേ 8. ഈ റിവിഷൻ ആൻഡ് PYQ എന്ന് പറയുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അത് മാത്രമൊന്നല്ല. അപ്പം നമുക്ക് കുറച്ച് ഏരിയ, ഇപ്പം നിങ്ങളൊരു PYQ നോക്കുമ്പോൾ നിങ്ങൾ തലേ ദിവസം പഠിച്ച ആ ഒരു ഏരിയ പഠിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു റിവിഷൻ ആൻഡ് PYQ ഡേയിൽ തന്നെ അതും നോക്കുക. ക്ലിയർ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഡേ 17 സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്സ് ആൻഡ് ഡെവലപ്മെന്റ്. ഡേ 18 അതിന്റെ റിവിഷൻ ആൻഡ് PYQ. ഡേ 19 എക്കോണമി ആൻഡ് സൊസൈറ്റി. ഡേ 20 റിവിഷൻ ആൻഡ് PYQ. ഡേ 21 എൻവയോൺമെന്റ് ആൻഡ് സൊസൈറ്റി. നെക്സ്റ്റ് ഡേ റിവിഷൻ ആൻഡ് PYQ. 23rd ഡേയിൽ ഫാമിലി മാരേജ് ആൻഡ് കിൻഷിപ്പ്. ഡേ 24 അതിന്റെ റിവിഷൻ. ദെൻ ഡേ 25 സയൻസ് ടെക്നോളജി ആൻഡ് സൊസൈറ്റി. ഡേ 26 റിവിഷൻ ആൻഡ് PYQ. ഡേ 27 കൾച്ചർ ആൻഡ് സിംബോളിക് ട്രാൻസ്ഫോർമേഷൻസ്. ഡേ 28 റിവിഷൻ ആൻഡ് PYQ. ഓക്കെ, സോ ഇത്രയുമാണ് നിങ്ങൾ 28 ഡേയ്സ് കൊണ്ട് നിങ്ങൾ ഇത് ഇത്രയും ചെയ്യുക. ഇനി നിങ്ങൾക്ക് 2 ദിവസം 29, 30. അതിൽ 30th ഡേയിൽ നിങ്ങൾ എത്രത്തോളം എഫോർട്ട് ഇടണമെന്നില്ല. അതിൻ്റെയും കൂടെ ചേർത്ത് നിങ്ങൾ 29th ഡേയിൽ നിങ്ങൾ ഇത്രയും നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തെന്ന് പറഞ്ഞില്ലേ, അത് നിങ്ങൾ അനലൈസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ അത് മാക്സിമം, അതും ഇതിനു മുമ്പ് കിട്ടാവുന്ന മാക്സിമം PYQs മാത്രം നിങ്ങൾ കൺസെപ്റ്റുകൾ പിന്നെ പഠിക്കാൻ നിൽക്കരുത്. 29th ഡേയിൽ നിങ്ങൾ വർക്കൗട്ട് മാത്രം ചെയ്യുക. ഓക്കെ, മോക്ക് ടെസ്റ്റുകൾ, മാക്സിമം മോക്ക് ടെസ്റ്റുകൾ 29th 13th ഡേയിൽ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് കൊണ്ടേയിരിക്കുക. ആ 2 ദിവസം നിങ്ങൾ മാക്സിമം അത് മാത്രം ചെയ്യുക. പുതിയതായിട്ട് ഇനി കാര്യങ്ങളൊന്നും പഠിക്കാൻ നിൽക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത്ര 28 ദിവസം നിങ്ങൾ പഠിക്കുമായിരുന്നു, അത് റിവൈസ് ചെയ്യുന്നു, ഒരു ഏരിയ പഠിക്കുന്നു, അത് റിവൈസ് ചെയ്യുന്നു, അങ്ങനെ നിങ്ങൾ കറക്റ്റ് ഒരു സ്ട്രാറ്റജിയിലാണ് വരുന്നത്. 29th 30th ഡേയിൽ നിങ്ങൾ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ മാത്രം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം വർക്കൗട്ട് ചെയ്യുക. ഇതെല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലെവൽ എവിടെ ആയി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. തീർച്ചയായും അത് നല്ലൊരു ലെവലിൽ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ 29th 13th ഡേയിൽ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ നടത്തുക. ഓക്കെ, ക്ലിയർ? സോ ഇത്രയുമാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഒരു 30 days പ്ലാൻസ്. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു 30 days പ്ലാൻസ്. എങ്ങനെ ഒരു നല്ല രീതിയിൽ നമുക്ക് എക്സാം ഈ ഒരു 30 days പ്ലാൻസിൽ നിങ്ങൾ മുന്നോട്ട് ഇതേ രീതിയിൽ തന്നെ പാറ്റേൺ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പല ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും ഈ ഒരു രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, നമുക്കറിയാം പലർക്കും പല രീതികളാണ്. പക്ഷെ നമുക്ക് മുന്നിൽ ഇപ്പോൾ ഒരു മാസമേ ഉള്ളൂ. ആ മാസത്തിനെ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാം എന്നാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. സോ ഇത് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ തന്നെ ഈ ഒരു കാര്യം എടുത്ത് നിങ്ങൾ കൃത്യമായി വർക്കൗട്ട് ചെയ്യുക. ഈ ഒരു സ്റ്റഡി പ്ലാൻ കൃത്യമായി വർക്കൗട്ട് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു സക്സസ് കിട്ടിയിരിക്കും. ഇത് ഉറപ്പാണ്, I+ വരുന്ന ഉറപ്പാണ്. സോ ഇത്രയുമാണ് നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന ഈ പറയുന്ന ഒരു സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു 30 days പ്ലാൻസ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ഉണ്ടായിരിക്കും, ഉറപ്പാണ്. ഓക്കെ, സോ നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.